ഭാവവിശരണം. ഇന്ന് 19/2/2025 ബുധനാഴ്ച. എൻ്റെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവാംശങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഇന്നപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ പഞ്ചഭൂതങ്ങൾക്കുള്ള പ്രസക്തിയാണ്. നമ്മുടെ ഈ നക്ഷത്രം വെച്ചിട്ട് പഞ്ചഭൂതങ്ങളെ അതിനകത്ത് സങ്കല്പിച്ചിട്ടുണ്ട്. ആകാശം, അത് ഡീറ്റെയിൽസ് പറയാം. അശ്വതി മുതൽ മകീരം വരെ ഭൂമിയാണ് ഭൂതം. തിരുവാതിര മുതൽ പൂരം വരെ ജലമാണ് ഭൂതം. ഉത്രം മുതൽ അനിഴം വരെ അഗ്നിയാണ് ഭൂതം. തൃക്കേട്ട മുതൽ തിരുവോണം വരെ വായുഭൂതമാണ്. അവിട്ടം മുതൽ രേവതി വരെ ആകാശഭൂതമാണ്. ഈ പറഞ്ഞ ഭൂതം, ഈ ഭൂതം എന്ന് പറഞ്ഞാൽ ഈ മറ്റേ ഭൂതപ്രേതങ്ങളല്ല കേട്ടോ, പഞ്ചഭൂതങ്ങൾ, എലിമെൻ്റ് എന്നോ ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ഇത് നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ളൊരു മീഡിയമാണ്. ഞാൻ അബാക്കിലെ വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ നമ്മുടെ നക്ഷത്രം അനുസരിച്ചിട്ടുള്ള പഞ്ചഭൂതങ്ങൾ, അതോടൊപ്പം തന്നെ ചിലരുടെ നക്ഷത്ര ദേവത പഞ്ചഭൂതത്തിലെ ഒന്ന് വരാം. ഇപ്പോൾ എൻ്റെ ഇത് പഞ്ചഭൂതത്തിലെ ഒന്നാണ് എൻ്റെ നക്ഷത്ര ദേവത, അങ്ങനെയും വരാം കേട്ടോ. ഞാനിത് പറയുന്നത് നക്ഷത്രത്തിൻ്റെ പഞ്ചഭൂതങ്ങൾ ഏതാണെന്നുള്ള. അപ്പോൾ അത് മാധ്യമമായിട്ട് വെച്ചിട്ട് പ്രാർത്ഥന ചെയ്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ദൈവത്തിലേക്ക് എത്തും, ആ പ്രപഞ്ചത്തിലേക്ക് എത്തും. ദൈവം എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ള സംശയം വരും, പ്രപഞ്ചത്തിലേക്ക് എത്തും. അപ്പോൾ അതിനായിരിക്കാം പണ്ട് ഋഷീശ്വരന്മാർ, പ്രത്യേകിച്ച് പരാശര മഹർഷി, ഇത് പഞ്ചഭൂതങ്ങളെ സങ്കല്പിച്ച് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ഭാരതത്തിൽ ജനിച്ച എല്ലാവർക്കും, നമ്മൾ ഒരു ഈശ്വരൻ എല്ലാത്തിലും ഉണ്ട്. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു എന്ന് പറഞ്ഞ് പാടി പഠിച്ചവരാണ് നമ്മൾ. അപ്പോൾ ഭാരതത്തിൽ ജനിച്ചവരെല്ലാവരും, ഇൻഡസ് വാലി സിവിലൈസേഷനാകാം, എന്തുമാകാം, ഇവരെല്ലാം എന്തും ഈശ്വരൻ ഉള്ള സൃഷ്ടിയാണ്, ഈശ്വരൻ അതിൽ വസിക്കുന്നു എന്നുള്ള വിശ്വാസക്കാരാണ്. അതിനുശേഷമാണ് മതങ്ങളൊക്കെ വന്നത് ഇവിടെ. അപ്പോൾ നമുക്കെല്ലാവർക്കും കുടുംബപരമായിട്ടൊരു ദേവതയുണ്ട്. അത് കുലദേവത എന്ന് പറയും, കുടുംബ ദേവത എന്ന് പറയും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൗഡസാരസ ബ്രാഹ്മണ സമുദായം, പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്ക് ഞങ്ങളുടെ അറിയാം, ഗൗഡസാരസ ബ്രാഹ്മണ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കുലദേവതയുണ്ട്. ആ കുലദേവത സങ്കല്പിച്ചു തന്നത് പരശുരാമ മഹർഷിയാണ്. ഗോവയിൽ ഞങ്ങളെ അധിവസിപ്പിച്ചപ്പോൾ, കലിയുഗത്തിൻ്റെ ആരംഭത്തിലായിരിക്കാം, അല്ലെങ്കിൽ ദ്വാപരയുഗത്തിലായിരിക്കാം, അവിടെ ഞങ്ങളെ അധിവസിപ്പിച്ചപ്പോൾ കുലദേവതകളെ സങ്കല്പിച്ചു തന്നു അദ്ദേഹം. അപ്പോൾ ആ കുലദേവത പാരമ്പര്യം ഞങ്ങൾക്ക് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കേരളത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് പലായനം ചെയ്യപ്പെട്ട് കേരളത്തിൽ വന്നപ്പോഴത്തേക്കും കേരളത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലങ്ങളിൽ പലതും ആ സ്ഥലത്ത് ദേവതകളുണ്ടായിരുന്നു. നാഗങ്ങളായിരിക്കാം, ചിലത് യക്ഷികളായിരിക്കാം, ചിലത് വനദേവതയായിരിക്കാം, വനദുർഗയായിരിക്കാം, അല്ലെങ്കിൽ ജയദുർഗയായിരിക്കാം, അല്ലെങ്കിൽ എന്തുമാകാം. ഇപ്പോൾ ബാലഭദ്രയുള്ള സ്ഥലമുണ്ട്, ബാലദുർഗയുള്ള സ്ഥലമുണ്ട്, അവിടെ വേറെ ഉപദേവതകളുണ്ട്. അപ്പോൾ ആ സ്ഥലം ഞങ്ങൾക്ക് വിട്ടു തന്നപ്പോൾ ആ ദേവതകളെയും ഞങ്ങൾ ആരാധിച്ച് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ അത് കുടുംബദേവതയായി. കുടുംബദേവതയും കുലദേവതയും വ്യത്യാസമുണ്ട്. പക്ഷേ കേരളത്തിലെ പലർക്കും മൂലകുടുംബ ദേവതകളുണ്ട്. ഞാനിപ്പോൾ ഈ പറയുന്ന പേരണ്ടൂർ ദേവി മൂലകുടുംബ ദേവതയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ചേർത്തല വേളോർവട്ടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതൊരു മൂലകുടുംബമാണെന്നറിയാം. അപ്പോൾ ആ മൂലകുടുംബ ദേവത വരും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നമ്മുടെ കുടുംബദേവതകൾ, ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം കുലദേവതകളും കുടുംബദേവതകളും കാണും. അതുപോലെ ഗ്രാമദേവത, നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലത്തെ നമ്മുടെ 3 തലമുറ ഇതിൽ ആ എനർജി കണക്ഷനിൽ വരും. 3 തലമുറ. ഇപ്പോൾ എൻ്റെ അച്ഛൻ ഇത് ചെയ്തത് ഞാൻ എൻ്റെ മക്കൾ, ഞങ്ങൾ അവിടെ പോയി ആരാധിക്കുകയും വേണം. അടുത്ത തലമുറയാകുമ്പോൾ അത് മാറും. 3 തലമുറ കഴിഞ്ഞാൽ ആ എനർജിയിൽ നിന്ന് പതുക്കെ വ്യത്യാസം വരും. അപ്പോൾ അവിടെ ചെന്ന് ദർശനവും പ്രാർത്ഥനയും, അല്ലാണ്ട് കുറേ മണി ഓർഡറും ഈ GPay എല്ലാം ചെയ്തിട്ട് അത് ഇത് ചെയ്യുന്നുള്ളതല്ല. വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ അവിടെ ചെന്നിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ പഞ്ചഭൂതങ്ങളിലെ സങ്കല്പിച്ചുകൊണ്ട്, നമ്മുടെ നക്ഷത്രത്തിൻ്റെ പഞ്ചഭൂതം ഏതാണോ അതിനെ സങ്കല്പിച്ചുകൊണ്ട് ആ മീഡിയമായിട്ട് വെച്ചുകൊണ്ട്, ഭൂമിയാണെങ്കിൽ ഭൂമിയിൽ തൊട്ട്, വായുവാണെങ്കിൽ നമ്മൾ ശ്വാസം എടുത്തിട്ട്, അഗ്നിയാണെങ്കിൽ അവിടുത്തെ വിളക്കിൽ ശ്രദ്ധിച്ചുകൊണ്ട്, പിന്നെ ആകാശമാണെങ്കിൽ മുകളിലേക്ക് നോക്കിക്കൊണ്ട്, ജലമാണെങ്കിൽ അവിടുത്തെ തീർത്ഥം സേവിച്ചുകൊണ്ട് നമ്മൾ ആ സങ്കല്പങ്ങൾ കൊടുത്താൽ തീർച്ചയായിട്ടും അതിന് ഫലമുണ്ടാകും. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ പല ആൾക്കാരും ഫേസ്ബുക്ക് വഴിയൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ജാതകത്തിൻ്റെ കാര്യം ഒക്കെയാണ് ഇവർ പറയുന്നത്. പലരും പറയും ഞങ്ങൾ അത് കാണിച്ച് ഇത് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ രീതി, പറയുന്ന രീതി വ്യത്യാസമാണ്. പിന്നെ ജാതകം നോക്കുന്നതിനൊന്നും ഞാൻ ഫീസ് വാങ്ങിക്കുകയില്ല, ഇത് വാങ്ങിക്കാറില്ല. സങ്കല്പശക്തി ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ ദക്ഷിണ വാങ്ങിക്കാറുള്ളൂ. അത് ദക്ഷിണ വാങ്ങിക്കാണ്ട് ചെയ്യരുതെന്ന് ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മാത്രം. പക്ഷേ അതും അപൂർവമായി ഞാൻ ചെയ്യാറുള്ളൂ. കാര്യം നമ്മൾ ഒരാളുടെ അടുത്ത് ദക്ഷിണ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ആളോട് ആജീവനാന്ത കടപ്പാട് വരികയാണ്, ഒബ്ലിഗേഷൻ വരികയാണ്. അപ്പോൾ ആ സാഹചര്യങ്ങൾ ഞാൻ ഒഴിവാക്കുകയാണ്. പിന്നെ അത്ര വേണ്ടപ്പെട്ടവരാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഗൈഡൻസ് നിങ്ങൾക്ക് തരാം. എൻ്റെ സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ഗൈഡൻസ് തരാം, അത് മാത്രം പറയുന്നു. ആ ഗൈഡൻസിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയി. എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ആ ഗൈഡൻസ് തരുന്നത്, ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ചത് വെച്ചല്ല. എന്നെ ആദ്യം ഈ ആത്മീയ ലോകം, ആധ്യാത്മികം, അല്ലെങ്കിൽ നക്ഷത്രം, അല്ലെങ്കിൽ വാസ്തു, അങ്ങനത്തെ താന്ത്രിക മന്ത്രം എന്താണെന്ന് മനസ്സിലാക്കി തന്ന ബ്രഹ്മശ്രീ കൃഷ്ണൻപ്രാന്തിരി തിരുമേനി. അദ്ദേഹം ഇപ്പോൾ ആത്മലോകത്താണുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങളും പിന്നെ എനിക്ക് ഓരോ കാലത്തിൽ അത് അനുഭവത്തിൽ വന്ന കാര്യങ്ങളും വെച്ചാണ് ഞാൻ പ്രതിവിധികൾ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോയി. വിശ്വാസമില്ലാണ്ട് ഒന്നും വർക്ക് ചെയ്യില്ല. വിശ്വാസമോ ഫലദായക എന്ന് പണ്ടത്തെ ആൾക്കാർ തന്നെ പറയുന്നുണ്ട്. വിശ്വാസം ഇല്ലാണ്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. സംശയത്തോടെ ചെയ്യാണ്ടിരിക്കുന്നത് നല്ലത് കേട്ടോ. അപ്പോൾ അത് ചെയ്യുക. തീർച്ചയായിട്ടും ജീവിതത്തിൽ മാറ്റം വരും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ എന്നെ ഒരാൾ വിളിച്ചിരുന്നു. ഇതുപോലെ വീഡിയോ കണ്ട്, ടബാക്ക് വീഡിയോ കണ്ട് വിളിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാവർക്കും ശനീശ്വരൻ്റെ കാര്യമാണ് പറയാനുള്ളത്. ശനി ഒരു ഈശ്വരനാണല്ലോ നവഗ്രഹത്തെ. അപ്പോൾ അദ്ദേഹത്തിന് പ്രതിവിധി പറഞ്ഞു. അത് അദ്ദേഹം ശനിയാഴ്ച വ്രതം എടുത്തു. അദ്ദേഹം ബിസിനസ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് പിറ്റേ ദിവസം തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലായി. എല്ലാവർക്കും അതാകണമെന്നുമില്ല കേട്ടോ, അതും ഞാൻ പറയാം. ഒരു ശനിയാഴ്ച വ്രതം എടുത്താൽ ഞായറാഴ്ച രാവിലെ നമുക്ക് എന്തോ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു പ്രതീക്ഷ വെച്ചിട്ട് ആരും ചെയ്യരുത്. പക്ഷേ കൃഷ്ണൻ പറയുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യുക. ഫലം നിങ്ങൾ ഇച്ഛിക്കുന്ന രീതിയിലായിരിക്കുകയല്ല യൂണിവേഴ്സ് തരുന്നത്. നിങ്ങൾക്ക് അർഹമായ സമയത്ത് കൃത്യമായ അളവിൽ അത് കിട്ടിയിരിക്കും. അത് വിശ്വാസത്തിലിരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ ഉപാസനകളുടെയും പ്രാർത്ഥനകളുടെയും അംശം എല്ലാവർക്കും പകർന്നു നൽകിക്കൊണ്ട് എൻ്റെ 2 വാക്കുകൾ നിർത്തുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ഓൾ. താങ്ക് യു ആൾ.